കാലുമുട്ടയും കഴി എന്നിട്ട് കസരത്ത് കാണിച്ചാൽ മതി. മക്കളെ കിട്ടുമല്ല. എന്താ കിട്ടാൻ പാട്? ഒരു മുട്ടേന്ന് 6 ഗ്രാം പ്രോട്ടീനും പാലിൽ നിന്ന് നല്ല കൊഴുപ്പും കിട്ടും. അയ്യോ അതല്ല, മക്കളെ SI ടെസ്റ്റ് ചെയ്ത് നിൽക്കല്ലേ, അത് കിട്ടുമെന്നാണ് അച്ഛൻ ചോദിച്ചത്. അതൊക്കെ കിട്ടുമെന്ന് ഉറപ്പല്ലേ അച്ഛാ? അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോഴേ ഫിസിക്കലിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ. എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ വീട്ടുമുറ്റത്തെ ഒരു പോലീസ് ജീപ്പ് കയറണമെന്ന്. അതിപ്പോ അച്ഛനെ കക്കാൻ പറഞ്ഞു വിട്ടാലും മതിയല്ല. പോലീസ് ജീപ്പ് മാത്രല്ല, പോലീസും വരും. ഞാൻ ഒരുത്തനെ തീർത്താലും ഇവിടെ ജീപ്പ് വരും. ഏതായാലും എന്റെ പ്രാർത്ഥന ദൈവം കേട്ട്. ഓ, ഇപ്പൊ നിങ്ങളെ പ്രാർത്ഥന മാത്രമായ? അപ്പൊ ഞാൻ 6 മാസം കുത്തിയിരുന്ന് പഠിച്ചതാ. അയ്യോ, അമ്മ ഉദ്ദേശിച്ചതേ മക്കളെ കുത്തിയിരുന്ന പഠിപ്പും ഈ അമ്മയുടെ പ്രാർത്ഥനയും കൂടെ ആയപ്പം മക്കളെ ഈ പരുവത്തിലായെന്ന്. ഓ, എന്തൊരു ശരീരം. അച്ഛന് ക്രെഡിറ്റ് ഒന്നും ഇല്ലേ? പിന്നെ ക്രെഡിറ്റ് ഇല്ലാതെ അച്ഛനെ മുച്ചിട്ട് കളിച്ചതിന് പോലീസ് പിടിച്ചതിന്റെ അന്നാണ് ഞാൻ SI ആവണമെന്ന് തീരുമാനിച്ച. ഐ ലവ് യു അച്ഛാ. കരയിപ്പിക്കലടാ പന്നി. ഇനി ധൈര്യമായിട്ട് ചീട്ട് കളിക്കാം. ഞാൻ പിടിക്കൂല അച്ഛാ. കോൺസ്റ്റബിളിനെ വിട്ട് തൂക്കിക്കോളാം. അങ്ങനെ തന്നെ വേണം മക്കളെ. സമൂഹത്തിന് ഏതൊരവരാധി അനീതി കാണിച്ചാലും അവനെ നീ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എന്നെ വിളിച്ച നല്ല വനമാല. എടി, പിന്നെ ഉള്ളേക്ക് പെട്ടെന്ന് പാല് വിടും, അല്ലെങ്കിൽ ചിലവന്മാർ ഇവിടെ നിന്ന് കൊതിവിട്ടേ തീർത്ത് കളയും പാല്. കലങ്ങിയില്ല. കലങ്ങാത്തത് ഞാൻ കുടിക്കും. വേണ്ട. ഇവിടെ കഴിക്കാൻ എന്തരുണ്ട്? പൊറോട്ടയും ബീഫും. ആഹാ, പക്ഷെ നിനക്കല്ല, നിന്റെ ചെറുക്കൻ. നിനക്ക് പഴങ്കഞ്ഞി മുളകും എടുത്ത് വെച്ചിട്ടുണ്ട്, അത് പോയി കൂടി. ഇതെന്തരച്ചാ അമ്മ? ഞാൻ SI ടെസ്റ്റ് എഴുതിട്ട് നിൽക്കുകയല്ലേ. അവ എഴുതി 6 മാസം കുത്തിയിരുന്ന് പഠിച്ചവനും പഠിക്കാതെ പോയി SI ടെസ്റ്റ് ചെയ്തവനും തമ്മിൽ നല്ല കുന്തരവുണ്ട്. അന്തരവ്? അന്തരവുണ്ട്. ഞാനും കുത്തിയിരുന്ന്. വല്ല ബാത്റൂമിലായിരിക്കും, അല്ലാതെ ഇവ ഇവിടെ കുത്തിയിരിക്കാൻ പോണ്. അമ്മ, എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനേ 5 റോബസ്റ്റും 10 മുട്ടയും വേണം. 10 മുട്ടയല്ലേ അമ്മ സെറ്റാക്കിയോളാം. ഒരു വാസന്തി കോഴിയുണ്ട്, അതിന് അമ്മയ്ക്ക് എടുക്കാം. ഉച്ചയ്ക്ക് ഞാനാ. നിനക്ക് റോബസ്റ്റിന്റെ തൊലി 10 മുട്ടയുടെ തോട്. എങ്കിൽ എൻ്റെ അകത്തെ കുറച്ച് പിണ്ണാക്ക് വിട്ട് കാടിയായിട്ട് എനിക്ക് തരും, ഞാൻ കുടിക്കാം. ഇവിടെ നിൽക്കുന്ന പശുവിന്റെ അടുത്ത് ചോദിക്കട്ടെ, എന്നിട്ട് തരാം. പശു പറഞ്ഞു കൊടുക്കണ്ടെന്ന്. തരൂല. അച്ഛാ, ബോർഡടിക്കുന്ന കാര്യം എന്തായി? അതൊക്കെ എപ്പോഴേ ഞാൻ കൊടുത്തടാ. സബ് ഇൻസ്പെക്ടർ ചിത്തു, സൺ ഓഫ് രഘു. അത് കൊള്ളാല. അപ്പൊ എന്റെ പേര് വേണ്ടേ? എങ്കിൽ സബ് ഇൻസ്പെക്ടർ ചിത്തു, സൺ ഓഫ് രഘു ആൻഡ് ഹിസ് വൈഫ്. ഇതൊന്നും ബോർഡിൽ നിൽക്കൂല. ഒരു ഫ്ലസ്ക് അടിക്കാൻ പറയാത്തത്. ചെറുക്കന്റെ റിസൾട്ട് ഒന്ന് വന്നോട്ട്, നിന്റെ നെഞ്ചത്ത് വെച്ചേ ഞാൻ ഫ്ലസ്ക് അടിക്കും. കണ്ട അമ്മ, അവന് നല്ല കുശുമ്പുണ്ട്. അത് മക്കളെ കാര്യാക്കണ്ട. പിന്നെ മക്കൾക്ക് വേണ്ട യൂണിഫോമേ അമ്മ തച്ചു വെച്ചിട്ടുണ്ട്. ഉയ്യോ, അതെന്തിനാ ഇപ്പൊ തച്ചു വെച്ചാ? എനിക്ക് ജിമ്മിലൊക്കെ പോയി പെരുവാളാണ്. അതിന് ജിമ്മിൽ പോണ്ട, ഒരു പമ്പ് വെച്ച് വായിലടിച്ച് കയറ്റിയാ മതി, പെരുവി ഇരിക്കും. അച്ഛാ തെണ്ടി, ഉള്ളേനെ വല്ലതും പറഞ്ഞാലാണ് നിന്റെ വായിൽ ഞാൻ ഹൈഡ്രജൻ നിറച്ചേ പറത്ത് വിടും. എന്നറിയാല, ചെറ്റിയാണ് ഞാൻ. നാട്ടുകാര് പറയാറുണ്ട്. ചെറുക്കനെല്ലാരും കൂടെ കണ്ണൂടെ ഉള്ളു. മക്കൾക്ക് അമ്മ കൊതിക്ക് ഓതി തരാമേ. കൊതിക്ക് ഓതണ്ട, പകരം അവന്റെ അണ്ണാക്കില് കൊതുകുതിരി കത്തിച്ച് വെക്കി. കൊതുകുമ്പോ കൊതിയും പോവും. അച്ഛാ, ഇനി നീ വാ തുറന്ന നിന്റെ കൊതമ്പ്. പ്രേമ, ഞാൻ പറഞ്ഞ സാധനം എടുത്തു പോയേ. വാ, 2 കിലോ ആപ്പിള്, 2 കിലോ ഓറഞ്ച്, 2 കിലോ മുന്തിരിങ്ങ, 200 മുട്ട, അണ്ടിപ്പരിപ്പ്, ഈത്തപ്പഴം, ബദാം, പപ്പയ്ക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി, ബത്തയ്ക്ക. അനക്കാട്ടി ഈ കട എഴുതി തരാണ്. ഞാൻ പോയി പ്രമാണിതല പേപ്പർ വാങ്ങിച്ചോണ്ട് നീ എഴുതി തരും. അയ്യോ, അങ്ങനെയല്ല, ഇതെല്ലാം നിങ്ങൾക്ക് കഴിക്കാനാ? കഴിക്കാല്ല, ഞാൻ ഇതെല്ലാം വാങ്ങിച്ചോണ്ട് പോയിട്ട് വീട്ടിന്റെ ഷോക്കേസിൽ ഫ്രെയിം ചെയ്ത് വെക്കും. എന്നിട്ട് ചന്ത ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിലേ ഈ സാധനങ്ങളെ ഫോട്ടോ എടുത്തോണ്ട് പോയി എന്നിട്ട് ഫ്രെയിം ചെയ്ത് വെക്കി. പ്രേമ, നിനക്ക് വലുതും പറ്റിപ്പോയാ നിന്റെ കുടുംബം അനാഥരാവൂലേ? അങ്ങനെ ആവണ്ടെങ്കിൽ മര്യാദ ഞാൻ പറഞ്ഞ സാധനം എടുത്തു വേടാ. ഓക്കെ ഓക്കെ. രണ്ടാ കണ്ണ നിങ്ങളെ കാണാനില്ലല്ല. ഇപ്പൊ നിങ്ങൾ ആരാടാ? എന്റെ വലിയച്ഛന്. നിങ്ങളെ മോൻ SI ടെസ്റ്റ് ഒക്കെ SI ആവാൻ പോണെന്ന് കേട്ട്. ഇല്ല, SI ടെസ്റ്റ് ചെയ്തിട്ട് ബോംബെയിൽ പാനിപൂരി വിൽക്കുന്ന ആളാവുമ്പോ. ഇപ്പൊ ആരാ? പ്രേമ, ഞാൻ പറഞ്ഞ സാധനം എടുത്തു വെച്ച് നേരെ വീട്ടിൽ എത്തിച്ചോളാം കേട്ടാ. ഏത് വീട്ടിലെന്നാ? ഞാൻ വന്ന് വാങ്ങിച്ചോളാടാ. കേട്ടാടാ പ്രേമ, മോൻ SI ടെസ്റ്റ് എഴുതിയതേ ഉള്ളൂ, അപ്പോഴേക്ക് രഘുണ്ണ ആളങ്ങ് മാറി. സത്യണ്ണ, ഇപ്പൊ രഘുണ്ണനെ കാണാനേ പള്ളിമുക്കിലെ ദിവാകരണ്ണനെ പോലെ തന്നെ ഉണ്ട്. നീ 2 കിലോ ബത്തക്ക ഇട്. എന്തിനാ കഴിക്കാനാ? അല്ല, കൊരുത്ത് മാലയായിട്ട് കഴുത്തി തൂക്കിയിടാൻ. അയ്യോ, അത് ഭയങ്കര വെയിറ്റ് ആയിരിക്കൂലേ? ബത്തക്ക വേണ്ട. നിങ്ങൾക്ക് ഇപ്പൊ വിൽക്കും തുടങ്ങിയ രഘുണ്ണ, ഞാനും പറഞ്ഞു. ഇതിൽ ഏതാണ് പഴം? തിരിച്ചറിയാൻ വയ്യല്ല, രണ്ടിനും തൊലിയുണ്ട്. മകാനെ, അച്ഛന്റെ റിസൾട്ട് നോക്കട്ടെ. SI ടെസ്റ്റിന്റെ റിസൾട്ട് ഇന്ന് വന്ന് കാണും.
അച്ഛൻ ധൈര്യമായിട്ട് നോക്കിക്കോ. SIക്ക് സല്യൂട്ട് അടിക്കാൻ റെഡി ആയിക്കോ. അങ്ങനല്ലേ സല്യൂട്ട് അടിക്കണ? എന്നാലും നിനക്ക് എത്ര മാർക്ക് കിട്ടോടാ? 4 ക്വസ്റ്റ്യൻ തെറ്റും, ബാക്കി കിട്ടും. അയ്യോ, അതും കൂടെ മക്കൾ എഴുതാത്തത്. ഫുൾ മാർക്ക് വാങ്ങിച്ച എല്ലാരും കണ്ണുവിടും അമ്മ. ഇതൊക്കെ കണ്ട് എനിക്ക് ചൊറിഞ്ഞു വരാണ്. പോയി അടിച്ചടിച്ച് കുളിയടാ. എടാ, നിനക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞ? 4 എണ്ണം തെറ്റും, ബാക്കി കിട്ടും. കറക്റ്റാണ്, കറക്റ്റാണ്, കറക്റ്റാണ്. 4 എണ്ണം കിട്ടി. അപ്പൊ ബാക്കിയെല്ലാം പോയി. എന്റെ മുട്ടയും പഴവും പാലും. ഇനി എന്തൊരു മുട്ട? നിന്റെ മോ കൊട്ട് തന്നേക്കല്ലേ മുട്ട. ഇതാ കണ്ടേ നിന്റെ SI. ഇതല്ല ഞാൻ കണ്ട ഇന്ത്യ. ഇനിയിപ്പം അടിച്ച ബോർഡെന്തിരിയെ? അതെടുത്ത് നമുക്ക് കോഴിക്കോടിന്റെ കഥവായിട്ട് ഫിറ്റ് ചെയ്യാം. ഞാൻ തച്ചു വെച്ച ഇവന്റെ യൂണിഫോമാ. അതുപോലെ നാടക ട്രൂപ്പിനെ വാടകയ്ക്ക് കൊടുക്കാം. എടാ, നീ റിസൾട്ട് നോക്കല്ലേ? സിംഗിൾ ഓംലെറ്റ് മതി അച്ഛാ, ഡബിള് വേണ്ട ഇപ്പം. ചുമ്മാ നോക്കിയേ, കിട്ടൂലെന്നറിയാ. നോക്കിക്കളെ. എന്തായാലും എന്നെക്കാളും മാർക്ക് കുറവായിരിക്കും അവന്. അതിന് നിനക്ക് എന്തിനു മാർക്ക് ഇരിക്കണ്ടാ? കിട്ടി. ബുൾസയ്യാ? അല്ല അമ്മ, എനിക്ക് ടെസ്റ്റ് കിട്ടി, ഞാൻ പാസ്സായി. ഈശ്വര, എന്റെ ഈ മകനോടാണല്ലോ പോയി പഴക്കുഞ്ഞു കുടിക്കാൻ പറഞ്ഞത്. ശരിക്കും ലജ്ജ തോന്നുന്നു. അച്ഛാ, ചെറിയ കാടിവെള്ളം കളയണോട്ടാ, എടുത്ത് വെച്ചേരാ. പിന്നെ നമുക്ക് ബോർഡിന്റെ പേര് മാറ്റിയാൽ സബ് ഇൻസ്പെക്ടർ മഹേഷ്, സൺ ഓഫ് രഘു ആൻഡ് ഹിസ് വൈഫ്. കൊച്ചാണ്, പടം പൊട്ടിക്കോന്നു എന്നാ പണി വെച്ചിരിക്കേ. എന്നാലും ഇത് വല്ലാത്ത പണ്ണലായി പോയടാ. ഒരവസരവും കൂടി. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. മകളെ, ഒരു ഗ്ലാസ് പായോടെ കൂടി. ഇപ്പൊ വേണ്ട, എന്താണോ വേണ്ടത് അത് വാങ്ങിച്ചുകൊടു. അവൻ കഴിക്കട്ടെ. ഞാനാ അവൻ കഴിക്കണ നോക്കി കൊതി വിട്ടോണ്ടിരി. 6 മാസം നീ കുത്തിരുന്ന് പഠിച്ചത് എവിടെ പോയടാ? അത് കുത്തിയിരുന്ന് പഠിച്ചപ്പോഴേ മൂട്ടി കൂടെ എല്ലാം പോയി കാണും. എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എന്റെ മൂത്ത മോനെ ഒരു SI ആക്കണമെന്നുള്ളത്. അച്ഛൻ, ഞാൻ എന്തിനു കേട്ടു? നീ കമന്ന് കിടന്ന് പിടി. വിഷമിക്കണ്ടാ, ഞാൻ SI ആയി കഴിയുമ്പോഴേ എന്റെ വണ്ടിയുടെ ഡ്രൈവറാക്കാൻ നിന്നെ. നോക്കിക്കോടാ, ഇതിന് മേളിൽ ഞാൻ ആവും, IPS ആവും. ആ IPS അവിടെ നിക്കട്ടെ. ആദ്യം നീ കഴിച്ചേ കുട്ടിയുടെ പൈസ. അത് പിന്നെ ചുമ്മാ അങ്ങനെയൊന്നും പറയാതാ. ചെറുക്കൻ നമ്മളെ മോനല്ലേ. അച്ഛാ, മുട്ടേരെ പൈസ മാത്രല്ല, ഇവൻ കഴിച്ച എല്ലാ സാധനത്തിന്റെയും പൈസ എണ്ണി വാങ്ങിക്കണവന്റെ. അച്ഛാ, എന്നെ അങ്ങനെ വിളിക്കരുത്. ഡാഡി പിരിയാൻ കൊല്ലട്ടാ. വേണ്ട, 10-100 മുട്ട തിന്നിരിക്കണം നമ്മളാ. അതെ, ഇനി എന്തിനാണ് പ്ലാന്? അവനെ SI ആക്കണം, എന്നിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. അപ്പോഴും നിങ്ങൾ അവന് SI ടെസ്റ്റ് കിട്ടണ വരെ രാത്രി കിടന്നുറങ്ങണത് കണ്ണ് തുറന്നു വെച്ചായിരിക്കും. മിണ്ടാതിരുന്നില്ലെങ്കിലേ നീ കുടുംബശ്രീ അഴിമതി കാണിച്ചതോട് ചെറുക്കനെ വിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഞാൻ. അയ്യോ വേണ്ട, എന്താ ഭയം? അവർ റിട്ടേൺ ടെസ്റ്റിലെ പാസ്സായോളൂ. ഇനി ഫിസിക്കൽ കിടപ്പുണ്ട്, അപ്പൊ അതിന് ട്രെയിനിങ് കൊടുക്കണ്ടേ? അതാണ് ഞാൻ ചോദിച്ചാ. ട്രെയിനിങ് ഞാൻ കൊടുക്കാം. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചെറുക്കന് ട്രെയിൻ കാണിച്ചു കൊടുക്കുന്ന പരിപാടിയല്ലേ ഇത്. ഇതുവരെ ആർക്കും ട്രെയിനിങ് കൊടുക്കാത്ത ഒരാളായിരിക്കണം എന്റെ മോന് ട്രെയിനിങ് കൊടുക്കേണ്ടത്. വിക്രം സിനിമയിലെ കമലഹാസന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ. കമലഹാസനൊന്നും ശരിയാവൂലേ? എനിക്കൊരു എക്സാം ഉണ്ട്, പോയിട്ട് വരാം. വാ, എഴുതിയിട്ടും കാര്യമൊന്നുമില്ല. ഞാനും പോയിട്ട് വാ, അനുഗ്രഹിച്ചുട്ടേക്കണം. അച്ഛാ, വാ വാ വാ, സമയം കളയാനായിട്ട്. വിക്രമാദിത്യല്ല ദുൽഖറായിട്ട് ഞാൻ തിരിച്ചു വരും. അവസാന വിക്രമാദിത്യത്തിലെ വേതാളാവാതെ നോക്കിക്കോ. ട്രെയിനിങ് കൊടുക്കാൻ ഉണ്ടല്ലേ നമ്മളെ മാപ്പിളി മുക്കിൽ തന്നെ ആളുണ്ട്. രഘു, ഞാൻ പട്ടാളത്തിലായിരുന്നപ്പം ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുത്തതാണ്. ചപ്പാത്തി എങ്ങനെ ഷേപ്പിന് പരത്തിയെടുക്കാം. കിട്ടി. ശാന്ത കുക്കിംഗ് ചാനൽ പുതിയ വീഡിയോ. നീ തന്നെ എന്റെ ചെറുകിന് ട്രെയിനിങ് കൊടുത്താൽ മതിയടാ. നീ ആകുമ്പോ എനിക്ക് പേടിക്കൊന്നും വേണ്ട, നിന്റെ കയ്യിലാവും ഭദ്രമായിരിക്കും. ട്രെയിനിങ് കൊടുക്കവേ ആശാന്റെ വെടിയേറ്റ് ശിഷ്യൻ വടിയായി. കൊലംകുത്തി ന്യൂസിന്റെ ന്യൂസ്. അപ്പൊ നാളെ രാവിലെ അവൻ നിന്നെ വന്ന് കണ്ട് നിന്റെ കയ്യിൽ വെറ്റിലേയും അടയ്ക്കയും ദക്ഷിണായിട്ട് അങ്ങ് തരും. അടയ്ക്കയും വെറ്റിലേക്ക് ഇട്ടിയുടെ പറമ്പിൽ കുറെ ഉണ്ട്, അവൻ വേണമെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് തരും. എന്നടാ ഈ പറയണേ, ഞാൻ പൈസ കൊടുക്കും.
അത് മാത്രം പോരല്ലോ രഘു. അതെനിക്ക് അറിഞ്ഞൂടെ. 101 രൂപയെ ആ വെറ്റിലേരി അടക്കി പൊതിഞ്ഞ് ഞാൻ വെച്ച് തരാം. ആരും അറിയേണ്ട കാര്യം. 101 രൂപയൊക്കെ നിന്റെ ഒത്തെടുക്കാൻ കാണോ? EMI ഓപ്ഷൻ ഉണ്ട്. EMI ഒന്നും വേണ്ട, ഞാൻ മൊത്തം പൈസ അങ്ങ് തരും. വാങ്ങിച്ചങ്ങ് വെച്ചോളണം. അയ്യോ, പിച്ചക്കാരൻ ലഭിച്ച 100 രൂപ നോട്ട് കള്ള നോട്ട്. യുവാവ് പിടിയിൽ. Attention! उनकी सैनिटाइज पटूला हुआ हर चुप साला रेगू का बच्चा कर दो साला हो जाएगा भाईजान अब लेफ्ट एंड राइट लेफ्ट राइट ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അറിഞ്ഞൂടാ നിനക്ക്? ഇംഗ്ലീഷിൽ അറിഞ്ഞൂടാ. എങ്ങനെ മലയാളത്തിൽ പൂച്ച? ഇടത് വലത്. ഇപ്പൊ ശരിയായില്ലേ? അച്ഛാ അച്ഛാ, മാമൻ വിളിക്കണേ. നെക്സ്റ്റ് ഈസ് ഷോർട്ട് പുട്ട്. ഷോർട്ട് പുട്ടിനെ പറ്റി എന്തറിയാം? ഷോർട്ട് പുട്ടിനെ പറ്റി എനിക്ക് അത്ര വലിയ പിടിയില്ല. പക്ഷേ ഈ പുട്ടുകുറ്റിന്നുണ്ടാക്കുന്ന പുട്ടിനെ പറ്റി എനിക്ക് ധാരണ ഉണ്ട്. നമുക്ക് പോയി കടലക്കറിയും പുട്ട് കയറ്റിയാലോ? ഇതിനെയൊന്നും പറ്റി വലിയ ധാരണ ഇല്ലല്ലേ? ധാരണയൊക്കെ ഉണ്ട്. ഞാൻ ഫിസിക്കൽ ടെസ്റ്റിനെ പറ്റി യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ്. എന്നെ ഒന്ന് പുഷ് ചെയ്താൽ മതി. അവന്റെ ഒരു പുഷ് യവനെ വല്ല പാറമുടയിലും കൊണ്ടുപോയി പുഷി കമുകിൽ കയറണം. ഓക്കേ. നീ ആരെ വിളിക്കണ? വേലായുധ മാമന. എന്തിനെ? പിന്നെ കമുകിലാരും ഒന്ന് കയറും. കമുകിൽ പാക്കനിപ്പുണ്ട്, പക്ഷെ അങ്ങനെ എതിരായിട്ട് മാത്രം കയറ്റണ്ട. തെങ്ങനിപ്പുണ്ട്, 2 കരിക്കടത്തിടാൻ പറയാം. ചുപ് സാലെ ബേവകൂഫ് ബच्चा. ഓജായേഗ ബൈജാൻ ഖുദാഫിസ്. നിന്റെ അടുത്ത് കയറാൻ ഞാൻ പറഞ്ഞ. ഞാനേ ഫിസിക്കൽ ടെസ്റ്റിനാണ് പോണം, അല്ലാതെ കമുകേറ്റിന് മത്സരത്തിനല്ല. തപ്പട്ട കല്ലും മടലൊന്നും തപ്പട്ട, ഞാൻ തന്നെ കയറിക്കോളാം. താഴോട്ട് നോക്കണ്ട, പേടിയാവും. അങ്ങനെ തന്നെ കയറി 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 കേറി കേറി മണ്ട വരെ എത്തിയെന്നാണ് തോന്നണ ഭാർഗവ മാമ. മണ്ടല്ല കൊണ്ടടക്കണ്ടേ? അങ്ങോട്ട് ലോങ് ജമ്പിലും കമുകേറ്റത്തിലും ഞാൻ പാഴായിരിക്കാം. പക്ഷേ നാട്ടുകാരെ ഓടി വരണേ, ഭാർഗവ മാമാരെ വെടിവെച്ചിട്ടേ. നാട്ടുകാരെ ഓടി വരണേ. നീയല്ലേ വെടിവെച്ച? ഞാനൊന്നുമില്ല, എനിക്ക് SI ആവാളാണ്. എന്റെ ജീവിതം നശിപ്പിക്കരുത്. മാം പോയി ജയിലിൽ കിടന്നു കേട്ടാ. ഡേയ്